നമസ്കാരം. ബി.ജെ.പി 300 സീറ്റുകൾ സ്വന്തമാക്കും എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിലപാടിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യോഗേന്ദ്ര യാദവ്. ബി.ജെ.പിക്ക് 2019 ലഭിച്ചതിനേക്കാൾ 50 സീറ്റുകൾ കുറയും എന്നാണ് യോഗേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നത്. ബി.ജെ.പിക്ക് 240 മുതൽ 260 വരെ സീറ്റുകൾ ലഭിച്ചേക്കും എന്നാണ് യോഗേന്ദ്ര യാദവ് നടത്തുന്ന പ്രവചനം. എൻ.ഡി.എ സഖ്യകക്ഷികൾക്ക് 35 മുതൽ 45 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അതേസമയം തന്നെ കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകൾ കുത്തനെ ഉയർത്തുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. 85 മുതൽ 100 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടിയേക്കാം എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 52 സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. ഇതിൽ നിന്നാണ് ഇത് 85ഉം 100ഉം ഒക്കെ ആകുമെന്ന് യോഗേന്ദ്ര യാദവ് ഇപ്പോൾ കിനാവ് കാണുന്നത്. ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിനെ കൂടാതെ 120 മുതൽ 135 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഈ പ്രശാന്ത് കിഷോറും യോഗേന്ദ്ര യാദവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ നിന്ന് മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകരും ഒരു സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കുന്നില്ല എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ സഖ്യമില്ലാത്തത് തീർച്ചയായും ബി.ജെ.പിക്ക് നേട്ടമാകുമെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്ത് ബി.ജെ.പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് എന്നുകൂടി യോഗേന്ദ്ര യാദവ് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, ഒഡീഷയിൽ ബി.ജെ.പി നേട്ടം കൊയ്യും, 4 സീറ്റുകളെങ്കിലും ഇവിടെ അധികമായി നേടുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം യോഗേന്ദ്ര യാദവിന്റെ ഈ പ്രവചനങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ. കേവല ഭൂരിപക്ഷത്തിന് 272 സീറ്റുകളാണ് ആവശ്യമുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തനിച്ച് 303 സീറ്റുകളും എൻ.ഡി.എക്ക് 323 സീറ്റുകളും നേടാൻ സാധിച്ചിരുന്നു. ശിവസേന കഴിഞ്ഞ തവണ എൻ.ഡി.എയുടെ ഭാഗമായി 18 സീറ്റുകൾ നേടിയിരുന്നു. ഇപ്പോൾ അവർ സഖ്യത്തിനൊപ്പമില്ല. ഇനി ആരാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം എന്നുകൂടി പ്രശാന്ത് കിഷോർ ഈ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം പങ്കുവെച്ച് നടത്തിയ ട്വീറ്റിൽ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ രാഷ്ട്രീയ തന്ത്രജ്ഞരൊക്കെ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പറയുന്ന ഫലങ്ങൾ അത് ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പശ്ചിമ ബംഗാളിന്റെ കാര്യത്തിൽ മാത്രം ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. സൈബർ ഇടങ്ങളിലും ഇവരുടെയൊക്കെ പ്രവചനങ്ങൾ വൈറലാണ്. അതിനനുസരിച്ച് ഓരോ പാർട്ടിയുടെയും കക്ഷികൾ ഇവർക്കെതിരെയൊക്കെ സൈബർ ആക്രമണം നടത്തുന്നതിലും കുറവില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.